ഡിജിറ്റൽ ഡിവൈഡ് നിങ്ങൾക്കറിയാം, ആ വാക്ക് നമ്മൾ വളരെ പ്രചാരം നേടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക എന്ന ചരിത്രത്തിലേക്ക് കേരളം കടക്കുന്നു എന്ന വാർത്തയൊക്കെ വരുന്നൊരു സമയമാണ്. ഈ മാസം 21-ന് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. തൻ്റെ 105-ാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഒരു മനുഷ്യനെ നമ്മൾ ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ഇത് പെരുമ്പാവൂർ അശമന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മടത്തിക്കുടി വീട്ടിൽ MA അബ്ദുള്ള മൗലവി. 5 മക്കളുടെ അച്ഛൻ, 15 പേരക്കുട്ടികളുടെ വലിയാപ്പ. 3 പതിറ്റാണ്ടോളം മതാധ്യാപകനായ അബ്ദുള്ള കോവിഡ് കാലത്താണ് ഫോണുമായി അടുപ്പത്തിലാവുന്നത്. യൂട്യൂബും വാട്സാപ്പും ഒക്കെ സുപരിചിതം. വാർത്തകളും വീഡിയോകളും വീഡിയോ കോളും ഒക്കെയായി അങ്ങനെ ഇരിക്കുകയാണ് ഈ 105-കാരൻ. കിട്ടി പറയാൻ പറ്റില്ല. 5-8 കൊല്ലമായി. വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. എൻ്റെ വീട്ടുകാരുടെ ചോദിച്ചറിയും. സന്തോഷമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള അഭിനിവേശമാണ് പിന്നിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഖുർആനാണ് കൂടുതൽ നോക്കുന്നത്, പിന്നെ വാർത്തയാണ് നോക്കുന്നത്. പ്രാധാന്യമുള്ള വാർത്തകളൊക്കെയാണ് കൂടുതൽ നോക്കുന്നത്. മൂലക്കുരുവിന്റെ നല്ല ഗുരുതരമായ അസുഖമുള്ള ആളാണ്. അപ്പൊ അതിനെല്ലാം തരണം ചെയ്ത ആൾക്ക് പഠിക്കാനുള്ള ഒരു പ്രവണത ഇപ്പോഴും ഉണ്ടാക്കുക. മകൻ ഫൈസൽ, മകന്റെ മക്കളായ ഷാക്കർ അലി, മുഹമ്മദ് അമാൻ, ആയിഷ നസീഫ എന്നിവർ വലിയാപ്പയ്ക്ക് കട്ട സപ്പോർട്ടുമായി ഒപ്പമുണ്ട്. ആൾക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നുന്ന കാര്യങ്ങളും ഇങ്ങനെ ഖുർആന്റെ ഓരോ കാര്യങ്ങളും ഹദീസുകളൊക്കെ ആളിങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മളെടുത്ത് ഉമ്മച്ചിയുടെ കാര്യം നമ്മുടെ ഫോണിലല്ലേ നമ്മൾ എടുത്തു കൊടുക്കും. ആളല്ലേലും വയസ്സ് കൂടുന്തോളും ചെറുപ്പമല്ലോ അല്ല ഇത്. ഡിജി കേരളം പദ്ധതിയിലെ ഏറ്റവും പ്രായം കൂടിയ പഠിതാക്കളിൽ ഒരാളായ അബ്ദുള്ള മൗലവിയെ 21-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപന ചടങ്ങിലേക്ക് തദ്ദേശ ഭരണ മന്ത്രി MB രാജേഷ് വീട്ടിലെത്തി ക്ഷണിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തമായി ഇടം നേടാൻ പ്രായം ഒരു നമ്പർ അല്ലാതെ തെളിയിച്ച് കുറേയധികം മനുഷ്യരുണ്ട്. അത്തരം ഒരു മനുഷ്യരാണ് നമ്മുടെ സ്വന്തം മൗലവിക്ക. അപ്പം കൂടുതൽ ഫോണിൽ പല കാര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓൾ ദി ബെസ്റ്റ്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ സജിൽ ഗുരുവായൂരിനൊപ്പം YS അഭിനന്ദ്, 24.